അപ്പോൾ ഇന്ന് നമുക്ക് മത്തി പൊരിച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പച്ചമല്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കാം. എന്നിട്ട് വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തി എടുത്തിട്ട് നമുക്കതിലേക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം കേട്ടോ. ഉപ്പിടാൻ മറക്കണ്ട, ഞാൻ ലാസ്റ്റാണ് ഓർത്തത്. പിന്നെ ഞാൻ അപ്പം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് പാനിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ മുരിഞ്ഞു പോകണ്ട കേട്ടോ, ആ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. മോരുകറി ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, ഏതിൻ്റെ കൂടെയാണെങ്കിലും ഒരു കിടിലൻ കോംബോയാണ് ഈ മത്തി ഫ്രൈയും കൂടി വരുമ്പോൾ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.